ദേവസ്വം മന്ത്രി പങ്കെടുക്കാനിരുന്ന ശബരിമല അവലോകന യോഗം മാറ്റി. യോഗത്തിന് മന്ത്രി എത്തിയാൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇന്നലെയാണ് ഏറ്റുമാനൂർ, എരുമേലി, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ അവലോകന യോഗം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. മണ്ഡലകാലത്തിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെ അവലോകന യോഗം വൈകുന്നത് ശബരിമല മുന്നൊരുക്കത്തെ ബാധിക്കും. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരും മിഥുൻ അയ്യപ്പനും ചേരും. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക്. അരുൺ, ദേവസ്വം മന്ത്രിക്ക് ശബരിമല തീർത്ഥാടന കാലത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാവില്ലല്ലോ. വന്നേ തീരൂ, അവലോകന യോഗങ്ങളിൽ പങ്കെടുത്തേ തീരൂ. പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. എല്ലാവരും ഏറെ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്ര പരിസരത്തെ സ്വർണം പല വിധേയത്തിൽ അടിച്ചു മാറ്റി കടന്നു കളഞ്ഞവരെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവരിക എന്നത് ഭക്തരുടെ ആവശ്യമാണ്. സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും. അങ്ങനെ പേടിച്ചിരുന്നാൽ തീർത്ഥാടന കാലത്തെ ഒരുക്കങ്ങൾ എങ്ങനെ നടക്കാനാണ്? തീർച്ചയായും ഇതൊരു കാരണം പറഞ്ഞുകൊണ്ട് ഈ അവലോകന യോഗത്തിലടക്കം വലിയ വീഴ്ചകൾ വരുത്തുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചോളം ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം അതിലേറ്റവും എടുത്തു പറയേണ്ടത് ശബരിമല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, അത് മാസങ്ങൾക്ക് മുമ്പ് അവലോകന യോഗങ്ങൾക്കപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഇടപെടൽ കൃത്യമായി തന്നെ നടത്തേണ്ടതാണ്. ഒരു വർഷം കോടിക്കണക്കിന് തീർത്ഥാടകരാണ്, ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്ഥാടകരുടെ ഒരു വലിയ നീണ്ട പ്രവാഹം തന്നെയാകും ഈ സന്നിധാനത്തേക്ക് ഉണ്ടാകുക. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനോട് വേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഇടത്താവളങ്ങളിൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ വിവിധ ഇടത്താവളങ്ങളുണ്ട്. ഇടത്താവളങ്ങളിൽ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ധാർമ്മിക ബോധമുള്ള സർക്കാരിനെ സംബന്ധിച്ചോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു കാലത്ത് മാത്രമല്ല, പ്രതിഷേധങ്ങളില്ലാത്ത കാലത്ത് പോലും ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഗുരുതരമായുള്ള കുറ്റകരമായ ഒരു അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതേ അനാസ്ഥ ഇപ്പോഴും തുടരുക. ഇപ്പോൾ പക്ഷേ ഭക്തർക്ക് ചെറിയൊരു ആശ്വാസം എന്നത് ഈ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഒരു ക്രമീകരണങ്ങൾ ഇത്തവണ ഈ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഗുണമാകും എന്നതിനപ്പുറത്തേക്ക് ഈ പ്രത്യേകിച്ച് ഇടത്താവളങ്ങളിൽ ഒന്നും തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഒരുക്കുന്നില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ്. മാസങ്ങൾക്ക് മുമ്പേ ആരംഭിക്കേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, അവലോകന യോഗങ്ങൾ പക്ഷേ ഇത്ര വൈകിട്ട് പോലും തുടങ്ങാൻ കഴിയുന്നില്ല, നടത്താൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം കോട്ടയത്തു നിന്നും ഔദ്യോഗികമായി പുറപ്പെടുവിച്ച അറിയിപ്പ് പ്രകാരം ഏറ്റുമാനൂരും അതോടൊപ്പം തന്നെ എരുമേലിലും നിലയ്ക്കലും എല്ലാം തന്നെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതോടൊപ്പം തന്നെ പ്രതിസന്ധികൾക്ക് മനസ്സിലാക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനും ഒക്കെ തന്നെ അവലോകന യോഗം ചേർന്നിരുന്നത്. പക്ഷേ ഈ സമയത്താണ് വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇവർ മുന്നിൽ കണ്ടുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ തന്നെ നൽകിയിരുന്നു. എന്തായാലും മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദേവസ്വം മന്ത്രി VN വാസവൻ്റെ അസൗകര്യമാണ് ഈ അവലോകന യോഗം മാറ്റാൻ എന്നുള്ള ഒരു കാര്യമാണ്. ശാരീരിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. പക്ഷേ കൃത്യമായി തന്നെ കോട്ടയത്തടക്കം വിവിധ പരിപാടികളിൽ VN വാസവൻ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രതിഷേധം എന്ന് അവലോകന യോഗം നടത്തിയാൽ ഈ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതനുസരിച്ചുള്ള ഒരു ഭക്തരൊക്കെ തന്നെ ആ വലിയ പ്രശ്നത്തിൽ തന്നെയാണ്, പ്രതിസന്ധിയിൽ തന്നെയാണ്. കാരണം ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളിലേക്ക് ശബരിമലയെ കൊണ്ടെത്തിച്ചുകൊണ്ട് ശബരിമലയുടെ മുതലുകളൊക്കെ തന്നെയും, ഏറ്റവും പവിത്രമായി കാണുന്ന മുതലുകളൊക്കെ തന്നെയും കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം അത് ഈ അവലോകന യോഗം നടക്കുന്ന ഇടങ്ങളിൽ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും നാമജപങ്ങളുമായി ഭക്തർ ഒന്നിച്ചു കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷേ ഈ അവലോകന യോഗത്തിൽ കൃത്യമായുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ, ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ അത് വരുന്ന മണ്ഡലകാലം കേവലം ആഴ്ചകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം ഈ വർഷവും അയ്യപ്പ ഭക്തർക്ക് മേലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. കൃഷ്ണരാജ്, ശരി, മിഥുൻ അയ്യപ്പനിലേക്ക് കൂടി പോകാം. മിഥുൻ, ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമലയെ വളരെ പെട്ടെന്ന് നന്നാക്കും എന്നാണ് മുഖ്യമന്ത്രിയും കൂട്ടരും പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും എടുത്തിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് ദേവസ്വം ബോർഡ് പണമെടുത്തത് എവിടെ നിന്നെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഭക്തരുടെ പ്രതിഷേധമുണ്ടാകും എന്ന് പറഞ്ഞ് ശബരിമല ഒരുക്കങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചു മാറി നിൽക്കുകയാണ്
മന്ത്രിയും സംഘവും എന്നാണ് അരുൺ കൊടുങ്ങൂർ പറഞ്ഞു വരുന്നത്. മിഥുൻ, തീർച്ചയായിട്ടും ഈ എരുമേലിയിലും അതുപോലെ തന്നെ ഏറ്റുമാനൂരിലുമാണ് ഈ അവലോകന യോഗം ചേരാനിരുന്നത്. ഈ രണ്ട് ഇടങ്ങൾ എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നാണ് എരുമേലിയും അതുപോലെ തന്നെ ഏറ്റുമാനൂരിലും. ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കണമെങ്കിൽ എരുമേലിയിലും ഏറ്റുമാനൂരിലും അതിനു വേണ്ടിയിട്ടുള്ള സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ സമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകളും സമാനമായിട്ടുള്ള സൗകര്യങ്ങളുമുണ്ട് ആവശ്യമുണ്ട്. അതായത് ശബരിമലയിൽ എത്രത്തോളം സൗകര്യങ്ങളും ശബരിമലയിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്ര തന്നെ ശ്രദ്ധ വേണ്ട ഇടങ്ങളാണ് എരുമേലിയും അതുപോലെ തന്നെ ഏറ്റുമാനൂരും. ക്രമാനുഗതമായി ആളുകളെ കയറ്റിവിടുകയും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ അടക്കം വിരിവെക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ഭക്തർക്ക് ആവശ്യത്തിന് സൗകര്യങ്ങൾ ഏറ്റുമാനൂരിലും എരുമേലിയിലും ഒരുക്കുകയാണെങ്കിൽ അതിനനുസൃതമായി ആളുകളുടെ ഒഴുക്ക് നിയന്ത്രിച്ച് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള നിയന്ത്രണത്തിലൂടെ തന്നെ സന്നിധാനത്തും അതുപോലെ തന്നെ കാനനപാതയിലും പരമ്പരാഗത കാനനപാതയിലടക്കം അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളെയും നിരാകരിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ അതിന്റെ അവലോകനങ്ങൾ വേണ്ട എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. എന്തിന്റെ വേണ്ടി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വിഷയത്തിൽ ഭക്തരുടെ പ്രതിഷേധം ഭയന്നുകൊണ്ട് എന്നുള്ളതാണ്. അതായത് ഭഗവാന്റെ സ്വർണവും മോഷ്ടിച്ചു, വരാനിരിക്കുന്ന ഈ മണ്ഡലകാലത്തെ അയ്യപ്പന്മാർക്ക് വേണ്ട സൗകര്യങ്ങളും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര കാലം ഇത്തരത്തിൽ ഭക്തരെ ഭയന്നുകൊണ്ട് ഇത്തരത്തിൽ യോഗങ്ങളിൽ നിന്ന് മന്ത്രി വി എൻ വാസവന് ഒളിച്ച് മാറാൻ നിൽക്കുമെന്നുള്ളത് ഒളിച്ചു മാറാൻ കഴിയുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം നടക്കേണ്ട യോഗത്തിന് പകരം മറ്റ് ചടങ്ങുകളിലെല്ലാം തന്നെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. രാവിലെ ബിന്ദുവിന്റെ മകൻ മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകന് ജോലി കൊടുക്കുന്ന ചടങ്ങിലേക്ക് മന്ത്രി വി എൻ വാസവൻ എത്തിയിരുന്നു. വൈകിട്ട് 4 മണിക്ക് തിരുനക്കര ബസ് സ്റ്റാൻഡിൽ നടന്ന ശബരിമല വിശദീകരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അപ്പോൾ മന്ത്രിക്ക് മറ്റ് അസൗകര്യങ്ങളില്ല, മറിച്ച് അസൗകര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഭക്തരുടെ പ്രതിഷേധം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അസൗകര്യം എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിനുള്ളൂ. മറ്റൊന്ന്, വ്യക്തമായിട്ടുള്ള കാരണം ഈ അവലോകന യോഗം മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശബരിമല അവലോകന യോഗം മാറ്റി, യോഗത്തിന് മന്ത്രി എത്തിയാൽ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണത്രേ തീരുമാനം. പക്ഷേ മറ്റു പരിപാടികളിലൊക്കെ ദേവസ്വം മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ശബരിമലയിലെ ഒരുക്കങ്ങൾ നേരാവണ്ണം നടക്കരുത് എന്ന് മന്ത്രിക്ക് നിർബന്ധമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂരും മിഥുൻ അയ്യപ്പൻ.